ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അമൃതമുണ്ടയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കുന്നത്. ഒരച്ച് ശർക്കര കൊണ്ടുള്ള ശർക്കരപ്പാനിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് അമൃതം പൊടിയിലോട്ട് ഒരച്ച് ശർക്കര മതി. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഫുൾ വെള്ളമില്ലാത്ത തേങ്ങ എടുക്കുക. അത് ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ജസ്റ്റ് ആ ഒരു നമ്മുടെ ഈ മിക്സി തുറക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണ കിനിഞ്ഞതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ തേങ്ങയുടെ. അതിനുശേഷം നമുക്ക് ഒരു പാക്കറ്റ് അമൃതം പൊടി എടുക്കാം. അടി കട്ടിയുള്ള ഒരു വെസൽ സ്റ്റൗവിൽ വെക്കുക. വെള്ളമൊന്നുമില്ലാത്തൊരു വെസലായിരിക്കണം. അതിനുശേഷം അതിലോട്ട് ഒരു പാക്കറ്റ് അമൃതം പൊടി കംപ്ലീറ്റ് എന്ത് ചെയ്യാം, പൊട്ടിച്ചിടാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പൊടി വറുക്കാനെടുക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു വെസൽ തന്നെ എടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു അമൃതം പൊടി വറുത്തെടുക്കാൻ. കാരണം പൊടി ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾക്കും അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ ചെറിയ മക്കൾക്കൊക്കെ കിട്ടുന്ന അമൃതം പൊടി കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം ബാക്കിയും പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട. ഇതുപോലെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അമൃതമുണ്ട നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇത് പൊടി അത്യാവശ്യം വറവായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി വറുത്തെടുക്കുക ഈ ഒരു തേങ്ങയും അമൃതം പൊടിയും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അമൃതം ഉണ്ടയാണിത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ആ ശർക്കരപ്പാനിയുടെ ആ ഒരു ടേസ്റ്റ് എത്തുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല മിൽമ നെയ്യെല്ലാം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഉണ്ടാക്കാം. നന്നായി ഉരുട്ടി. അപ്പോൾ ഫസ്റ്റ് ഉരുട്ടിയ കുഞ്ഞുണ്ട തന്നെ നമുക്ക് പൊന്നൂസിന് നമ്മൾ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള എത്ര വലിപ്പമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു അമൃതം പൊടിയുടെ ഒരു ഉണ്ടയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാഷ്യോ അല്ലെങ്കിൽ പീനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.